നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2023 ഡിസംബർ കറണ്ട് അഫയേഴ്സ് പാർട്ട് 2 ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ചോദ്യം: തീവണ്ടി തട്ടി ആനകൾ ചരിയുന്നത് തടയാൻ റെയിൽവേ വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനം ഏതാണ്? തീവണ്ടി തട്ടി ആനകൾ ചരിയുന്നത് തടയാൻ റെയിൽവേ വികസിപ്പിച്ച നിർമ്മിത ബുദ്ധി അധിഷ്ഠിത സംവിധാനം ഏതാണ്? ഉത്തരം ഗജരാജ് സുരക്ഷ. ഗജരാജ് സുരക്ഷ. അടുത്ത ചോദ്യം: ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന രാജ്യത്തെ മൂന്നാമത്തെ വനിത ആരാണ്? ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന രാജ്യത്തെ മൂന്നാമത്തെ വനിത ആരാണ്? ഉത്തരം ആർ വൈശാലി. ആർ വൈശാലി. അടുത്ത ചോദ്യം: ലോകത്തെ ആദ്യ 3D പ്രിന്റഡ് അമ്പലം നിലവിൽ വരുന്നത് എവിടെ? ലോകത്തെ ആദ്യ 3D പ്രിന്റഡ് അമ്പലം നിലവിൽ വരുന്നത് എവിടെ? ഉത്തരം തെലുങ്കാന. ഉത്തരം തെലുങ്കാന. അടുത്ത ചോദ്യം: അംഗനവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്ക്ഡ് മീൽ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? അംഗനവാടി കുട്ടികൾക്കായി ഹോട്ട് കുക്ക്ഡ് മീൽ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം? ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തരം ഉത്തർപ്രദേശ്. അടുത്ത ചോദ്യം: 2023 ഡിസംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ്? ഉത്തരം മിഷോങ് അല്ലെങ്കിൽ മിഗ്ജാം. മിഷോങ് അല്ലെങ്കിൽ മിഗ്ജാം. ഈ പേര് നൽകിയത് മ്യാൻമാർ. പേര് നൽകിയത് മ്യാൻമാർ. അടുത്ത ചോദ്യം: ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലിലെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ ആരാണ്? ഇന്ത്യൻ നാവികസേന യുദ്ധക്കപ്പലിലെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസർ? ഉത്തരം പ്രേരണ ദിയോസ്തലി. ഉത്തരം പ്രേരണ ദിയോസ്തലി. അടുത്ത ചോദ്യം: ലോക ഡിജിറ്റൽ മത്സരക്ഷമത സൂചിക വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം? ലോക ഡിജിറ്റൽ മത്സരക്ഷമത സൂചിക വേൾഡ് ഡിജിറ്റൽ കോമ്പറ്റേറ്റീവ് ഇൻഡെക്സ് 2023 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം? ഉത്തരം 49. സ്ഥാനമാണ് ഇന്ത്യക്ക്. അടുത്ത ചോദ്യം: 2023 ഡിസംബറിൽ മിഷോങ് അല്ലെങ്കിൽ മിഗ്ജാം ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രളയമുണ്ടായ ഇന്ത്യൻ നഗരം? 2023 ഡിസംബറിൽ മിഷോങ് അല്ലെങ്കിൽ മിഗ്ജാം ചുഴലിക്കാറ്റിനെ തുടർന്ന് പ്രളയമുണ്ടായ ഇന്ത്യൻ നഗരം? ഉത്തരം ചെന്നൈ. ഉത്തരം ചെന്നൈ. അടുത്ത ചോദ്യം: തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി? തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. തെലങ്കാനയുടെ പുതിയ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. അടുത്ത ചോദ്യം: ഖേൽ രത്ന, അർജുന, ദ്രോണാചാര്യ പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ? ഖേൽ രത്ന, അർജുന, ദ്രോണാചാര്യ പുരസ്കാരങ്ങൾ നിർണ്ണയിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ കമ്മിറ്റിയുടെ തലവൻ? ഉത്തരം ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കർ. ജസ്റ്റിസ് എ.എം. ഖാൻവിൽക്കർ. അടുത്ത ചോദ്യം: നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിത നഗരം? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ഏറ്റവും സുരക്ഷിത നഗരം കൊൽക്കത്ത. കൊൽക്കത്ത. അടുത്ത ചോദ്യം: സിയാച്ചിനിലെ ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസറായി നിയമിതയായ വ്യക്തി? ഉത്തരം ക്യാപ്റ്റൻ ഗീതിക കൗൾ. ക്യാപ്റ്റൻ ഗീതിക കൗൾ. അടുത്ത ചോദ്യം: ജമ്മു കാശ്മീരിൻ്റെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? ജമ്മു കാശ്മീരിൻ്റെ യൂത്ത് വോട്ടർ അവയർനെസ് അംബാസിഡറായി നിയമിതനായ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുരേഷ് റെയ്ന. സുരേഷ് റെയ്ന. അടുത്ത ചോദ്യം: 2023 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ സർവേ വെസൽ കപ്പൽ? 2023 ഡിസംബറിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറിയ സർവേ വെസൽ? ഉത്തരം INS സന്ധ്യക്. INS സന്ധ്യക്. അടുത്ത ചോദ്യം: ഫോബ്സ് മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളുടെ പട്ടികയിൽ തുടർച്ചയായി 5-ാമത്തെ പ്രാവശ്യവും ഇടം പിടിച്ച ഇന്ത്യക്കാരി? ഫോബ്സ് മാഗസിൻ്റെ ലോകത്തിലെ ഏറ്റവും ശക്തരായ 100 വനിതകളുടെ പട്ടികയിൽ തുടർച്ചയായി 5-ാമത്തെ പ്രാവശ്യം ഇടം പിടിച്ച ഇന്ത്യക്കാരി നിർമ്മല സീതാരാമൻ. നിർമ്മല സീതാരാമൻ. അടുത്ത ചോദ്യം: വിക്കിപീഡിയയിലെ ഈ വർഷത്തെ ഏറ്റവും ജനപ്രിയമായ 25 ലേഖനങ്ങളിൽ 1-ാം സ്ഥാനം നേടിയത്? വിക്കിപീഡിയയിലെ ഈ വർഷത്തെ ഏറ്റവും ജനപ്രിയമായ 25 ലേഖനങ്ങളിൽ 1-ാം സ്ഥാനം നേടിയത് ചാറ്റ് GPT. ചാറ്റ് GPT. അടുത്ത ചോദ്യം: 2023 ഡിസംബറിൽ വിരമിച്ച അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം?
2023 ഡിസംബറിൽ വിരമിച്ച അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം? ഉത്തരം ക്രിസ്റ്റീൻ സീൻക്ലെയർ. കാനഡയുടെ ക്രിസ്റ്റീൻ സീൻക്ലെയർ. അടുത്ത ചോദ്യം, പ്രണബ് മൈ ഫാദർ എ ഡോട്ടർ റിമംബേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആര്? പ്രണബ് മൈ ഫാദർ എ ഡോട്ടർ റിമംബേഴ്സ് എന്ന പുസ്തകം രചിച്ചത് ആര്? ഉത്തരം ശർമിഷ്ഠ മുഖർജി. ശർമിഷ്ഠ മുഖർജി. അടുത്ത ചോദ്യം, അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗർഭ ഏത് സംസ്ഥാനത്തെ പാരമ്പര്യ നൃത്തരൂപമാണ്? അടുത്തിടെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഗർഭ ഏത് സംസ്ഥാനത്തെ പാരമ്പര്യ നൃത്ത രൂപമാണ്? ഉത്തരം ഗുജറാത്ത്. ഉത്തരം ഗുജറാത്ത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ കോൺസെൻട്രേറ്റഡ് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്ന നഗരം? ലോകത്തിലെ ഏറ്റവും വലിയ കോൺസെൻട്രേറ്റഡ് സോളാർ പവർ പ്രോജക്റ്റ് നിലവിൽ വരുന്ന നഗരം? ഉത്തരം ദുബായ്. ഉത്തരം ദുബായ്. അടുത്ത ചോദ്യം, ടൈം മാഗസിൻ്റെ ഈ വർഷത്തെ പേഴ്സണൽ ഓഫ് ദ ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്? ടൈം മാഗസിൻ്റെ ഈ വർഷത്തെ പേഴ്സൺ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ടെയ്ലർ സ്വിഫ്റ്റ്. ടെയ്ലർ സ്വിഫ്റ്റ്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് കവിയും എഴുത്തുകാരനും നടനുമായ വ്യക്തി? 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് കവിയും എഴുത്തുകാരനും നടനുമായ വ്യക്തി ബെഞ്ചമിൻ സെഫാനിയ. ഉത്തരം ബെഞ്ചമിൻ സെഫാനിയ. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ ICC T20 ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം? 2023 ഡിസംബറിൽ ICC T20 ബൗളർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ താരം? ഉത്തരം രവി ബിഷ്ണോയ്. രവി ബിഷ്ണോയ്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ സർക്കാർ ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച സംസ്ഥാനം? 2023 ഡിസംബറിൽ സർക്കാർ ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ച സംസ്ഥാനം? ഉത്തരം തെലങ്കാന. ഉത്തരം തെലങ്കാന. അടുത്ത ചോദ്യം, 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി? 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ വേദി? ഉത്തരം അമേരിക്ക. ഉത്തരം അമേരിക്ക. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച പോർട്ടബിൾ ആശുപത്രി എവിടെ? ലോകത്തിലെ ആദ്യ തദ്ദേശീയമായി നിർമ്മിച്ച പോർട്ടബിൾ ആശുപത്രി? ഉത്തരം ആരോഗ്യ മൈത്രി ക്യൂബ്. ആരോഗ്യ മൈത്രി ക്യൂബ്. ഗുരുഗ്രാമിലാണ് നിലവിൽ വന്നത്. ആരോഗ്യ മൈത്രി ക്യൂബ് നിലവിൽ വന്നത് ഗുരുഗ്രാമിൽ. അടുത്ത ചോദ്യം, സ്പെയിനിൽ നടന്ന യെല്ലോ ബ്രിഗേഡ് രാജ്യാന്തര ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളി? സ്പെയിനിൽ നടന്ന യെല്ലോ ബ്രിഗേഡ് രാജ്യാന്തര ഓപ്പൺ ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ മലയാളി SL നാരായണൻ. SL നാരായണൻ. അടുത്ത ചോദ്യം, മിസോറാമിൻ്റെ പുതിയ മുഖ്യമന്ത്രി? മിസോറാമിൻ്റെ പുതിയ മുഖ്യമന്ത്രി ലാൽദു ഹോമ. മിസോറാമിൻ്റെ പുതിയ മുഖ്യമന്ത്രി ലാൽദു ഹോമ. അടുത്ത ചോദ്യം, മികച്ച സ്പോർട്സ് ബിസിനസ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കിയത്? മികച്ച സ്പോർട്സ് ബിസിനസ് ലീഡറിനുള്ള സ്പോർട്സ് ബിസിനസ് ലീഡർ ഓഫ് ദി ഇയർ അവാർഡ് സ്വന്തമാക്കിയത് ജയ്ഷ. ഉത്തരം ജയ്ഷ. അടുത്ത ചോദ്യം, പുതിയ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി? പുതിയ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്. പുതിയ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായ്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം സുബ്രത പാൽ? 2023 ഡിസംബറിൽ വിരമിച്ച ഇന്ത്യൻ ഫുട്ബോൾ താരം സുബ്രത പാൽ. അടുത്ത ചോദ്യം, രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ട്? രാജ്യത്തെ ഏറ്റവും വേഗതയേറിയ വൈദ്യുത സൗരോർജ്ജ ബോട്ട്? ഉത്തരം ബറാക്കുഡ. ഉത്തരം ബറാക്കുഡ. മണിക്കൂറിൽ വേഗം 12 നോട്ടിക്കൽ മൈൽ. മണിക്കൂറിലെ വേഗം 12 നോട്ടിക്കൽ മൈൽ. അടുത്ത ചോദ്യം, മോർണിംഗ് കൺസൾട്ട് നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്? മോർണിംഗ് കൺസൾട്ടൻറ്റ് നടത്തിയ സർവേയിൽ ലോകത്തിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം നരേന്ദ്രമോദി. ഉത്തരം നരേന്ദ്രമോദി. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡ്? BCCI. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്രിക്കറ്റ് ബോർഡ് BCCI. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നടൻ? 2023 ഡിസംബറിൽ അന്തരിച്ച പ്രശസ്ത അമേരിക്കൻ നടൻ റയാൻ ഓ'നീൽ. റയാൻ ഓ'നീൽ. അടുത്ത ചോദ്യം,
മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി. മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി മോഹൻ യാദവ്. മധ്യപ്രദേശിലെ പുതിയ മുഖ്യമന്ത്രി മോഹൻ യാദവ്. അടുത്ത ചോദ്യം, വിവിധ മേഖലകളിൽ രാജ്യത്തിന് വളർച്ച നേടാൻ നിശ്ചയിച്ചിരിക്കുന്ന 2023-2047 കാലഘട്ടം അറിയപ്പെടുന്ന പേര്. വിവിധ മേഖലകളിൽ രാജ്യത്തിന് വളർച്ച നേടാൻ നിശ്ചയിച്ചിരിക്കുന്ന 2023-2047 കാലഘട്ടം അറിയപ്പെടുന്നത് അമൃത് കാൽ. അമൃത് കാൽ. അടുത്ത ചോദ്യം, ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചത് എന്നാണ്? ജമ്മു കശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്രം റദ്ദാക്കിയ തീരുമാനം സുപ്രീം കോടതി ശരിവെച്ചത് എന്നാണ്? ഉത്തരം 2023 ഡിസംബർ 11. 2023 ഡിസംബർ 11. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്ഡോങ് മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? 2023 ഡിസംബറിൽ ഭൗമസൂചിക പദവി ലഭിച്ച ലക്ഡോങ് മഞ്ഞൾ ഏത് സംസ്ഥാനത്തെ ഉൽപ്പന്നമാണ്? ഉത്തരം മേഘാലയ. ഉത്തരം മേഘാലയ. അടുത്ത ചോദ്യം, രാജസ്ഥാനിലെ പുതിയ മുഖ്യമന്ത്രി. രാജസ്ഥാനിലെ പുതിയ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. രാജസ്ഥാനിലെ പുതിയ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ. അടുത്ത ചോദ്യം, സിയാച്ചിനിൽ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ. സിയാച്ചിനിൽ സൈനിക മുന്നണിയിൽ നിയമിതയാകുന്ന ആദ്യ വനിതാ മെഡിക്കൽ ഓഫീസർ ക്യാപ്റ്റൻ ഫാത്തിമ വസീം. ക്യാപ്റ്റൻ ഫാത്തിമ വസീം. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 2023 ഡിസംബറിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ക്രിക്കറ്റ്. ഉത്തരം ക്രിക്കറ്റ്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭ. 2023 ഡിസംബറിൽ സ്ത്രീകൾക്ക് 33% സീറ്റുകൾ സംവരണം ചെയ്യുന്ന ബിൽ പാസാക്കിയ നിയമസഭ ജമ്മു കാശ്മീർ നിയമസഭ. ജമ്മു കാശ്മീർ നിയമസഭ. അടുത്ത ചോദ്യം, ഈ വർഷത്തെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരത്തിന് അർഹയായത് ആരൊക്കെ? ഈ വർഷത്തെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരത്തിന് അർഹനായവർ ആരൊക്കെ? ഉത്തരം ഡാനിയൽ ബാരൻബോയിൽ, അബു ഔവാദ്. ഡാനിയൽ ബാരൻബോയിൽ, അബു ഔവാദ് എന്നിവരാണ് ഈ വർഷത്തെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര സമാധാന പുരസ്കാരത്തിന് അർഹരായവർ. അടുത്ത ചോദ്യം, രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം. രാജ്യാന്തര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിക്ക് വേദിയായ സ്ഥലം ന്യൂഡൽഹി. അടുത്ത ചോദ്യം, IPL ടീമായ മുംബൈ ഇന്ത്യൻസിൻ്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായത്. IPL ടീമായ മുംബൈ ഇന്ത്യൻസിൻ്റെ പുതിയ ക്യാപ്റ്റനായി നിയമിതനായത് ഹാർദിക് പാണ്ഡ്യ. ഹാർദിക് പാണ്ഡ്യ. അടുത്ത ചോദ്യം, വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത്. വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ ചാമ്പ്യന്മാരായത് ഹരിയാന. ഉത്തരം ഹരിയാന. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് എവിടെ? ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത് സൂററ്റിൽ. സൂററ്റിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്നത്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി 1-ാം സ്ഥാനത്ത് എത്തിയ രാജ്യം. 2023 ഡിസംബറിൽ ഫിഫ വനിതാ ഫുട്ബോൾ റാങ്കിങ്ങിൽ ചരിത്രത്തിൽ ആദ്യമായി 1-ാം സ്ഥാനത്ത് എത്തിയ രാജ്യം സ്പെയിൻ. ഉത്തരം സ്പെയിൻ. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ BCCI പിൻവലിച്ച 7-ാം നമ്പർ ജേഴ്സി ഏത് താരത്തിൻ്റെതാണ്? 2023 ഡിസംബറിൽ BCCI പിൻവലിച്ച 7-ാം നമ്പർ ജേഴ്സി ഏത് താരത്തിൻ്റെതാണ്? ഉത്തരം മഹേന്ദ്ര സിംഗ് ധോണി. ഉത്തരം മഹേന്ദ്ര സിംഗ് ധോണി. അടുത്ത ചോദ്യം, വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയ രാജ്യം. വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിൽ റൺസ് അടിസ്ഥാനത്തിലുള്ള ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയ രാജ്യം ഇന്ത്യ. ഇന്ത്യ. അടുത്ത ചോദ്യം, 2023 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടിയുടെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത്? 2023 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടിയുടെ എത്രാമത്തെ വാർഷികമാണ് ആചരിച്ചത്? ഉത്തരം 250. 250. അടുത്ത ചോദ്യം, രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം ഏതാണ്? രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. ഉത്തരം കൃത്രിം. ഉത്തരം കൃത്രിം. അടുത്ത ചോദ്യം, 2025 മുതൽ വിമാനയാത്രക്കാർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം.
2025 മുതൽ വിമാനയാത്രക്കാർക്ക് ഗ്രീൻ ടാക്സ് ഏർപ്പെടുത്താൻ തീരുമാനിച്ച രാജ്യം ഡെൻമാർക്ക്. അടുത്ത ചോദ്യം, ഈജിപ്തിൻ്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ഈജിപ്തിൻ്റെ പ്രസിഡന്റായി മൂന്നാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അബ്ദുൽ ഫത്താഹ് സിസി. ഉത്തരം അബ്ദുൽ ഫത്താഹ് സിസി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് അമ്പയർ ആരാണ്? ഇന്ത്യയുടെ ആദ്യ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് അമ്പയർ വൃന്ദ രതി. അടുത്ത ചോദ്യം, IPL ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത. IPL ചരിത്രത്തിലാദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത മല്ലിക സാഗർ. അടുത്ത ചോദ്യം, IPL ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി മാറിയത്. IPL ചരിത്രത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരമായി മാറിയത് മിച്ചൽ സ്റ്റാർക്ക്. ഓസ്ട്രേലിയൻ താരമായ മിച്ചൽ സ്റ്റാർക്ക്. തുക 24.75 കോടി. ഓസ്ട്രേലിയൻ താരമായ മിച്ചൽ സ്റ്റാർക്ക്. അടുത്ത ചോദ്യം, ഒരു കലണ്ടർ വർഷത്തിൽ 10 കോടി പേർ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി ഏത്? ഒരു കലണ്ടർ വർഷത്തിൽ 10 കോടി പേർ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ വിമാന കമ്പനി. ഉത്തരം ഇൻഡിഗോ. അടുത്ത ചോദ്യം, ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. ഡിസംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ഏറ്റവും വലിയ ധ്യാന കേന്ദ്രം. ഉത്തരം സൊർവേത് മഹാമന്ദിർ. വാരണാസിയിലുള്ള സൊർവേത് മഹാമന്ദിർ. അടുത്ത ചോദ്യം, 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെ? 2023 ഫിഫ ക്ലബ്ബ് ലോകകപ്പ് ഫുട്ബോളിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം ജിദ്ദ. അടുത്ത ചോദ്യം, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി നിയമിതനാകുന്നത്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ചെയർമാനായി നിയമിതനാകുന്നത് പ്രമോദ് അഗർവാൾ. അടുത്ത ചോദ്യം, IPL ടൂർണമെൻറ്റ് കളിക്കുന്ന ആദിവാസി വിഭാഗത്തിലുള്ള ആദ്യ താരം. IPL ടൂർണമെൻറ്റ് കളിക്കുന്ന ആദിവാസി വിഭാഗത്തിലുള്ള ആദ്യ താരം. ഉത്തരം റോബിൻ മിൻസ്. അടുത്ത ചോദ്യം, 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയത് സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി. 2023 മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം നേടിയവർ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി, ചിരാഗ് ഷെട്ടി എന്നിവർ. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക്. 2023 ഡിസംബറിൽ വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ വനിതാ ഗുസ്തി താരം സാക്ഷി മാലിക്. അടുത്ത ചോദ്യം, ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി. ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി സഞ്ജയ് കുമാർ സിംഗ്. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ ലോകത്ത് ആദ്യമായി ചാണകത്തിൽ നിന്നും ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം. 2023 ഡിസംബറിൽ ലോകത്തിൽ ആദ്യമായി ചാണകത്തിൽ നിന്നും ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റോക്കറ്റ് എഞ്ചിൻ പരീക്ഷിച്ച രാജ്യം ജപ്പാൻ. ഉത്തരം ജപ്പാൻ. അടുത്ത ചോദ്യം, 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥിയാകുന്ന വ്യക്തി. 2024 ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയാക്കുന്ന വ്യക്തി ഫ്രാൻസിൻ്റെ പ്രസിഡന്റായ ഇമ്മാനുവൽ മക്രോൺ. അടുത്ത ചോദ്യം, 2023 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ കിരീടം നേടിയ ക്ലബ്ബ്. 2023 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി. 2023 ഫിഫ ക്ലബ്ബ് ഫുട്ബോൾ കിരീടം നേടിയത് മാഞ്ചസ്റ്റർ സിറ്റി. 2023 ഡിസംബറിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന വ്യക്തി. 2023 ഡിസംബറിൽ അന്തരിച്ച സാമൂഹിക പ്രവർത്തകയും മുൻ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായിരുന്ന വ്യക്തി. ഉത്തരം മോഹിനിഗിരി. അടുത്ത ചോദ്യം, 2023 ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ തത്വചിന്തകൻ. 2023 ഡിസംബറിൽ അന്തരിച്ച ഇറ്റാലിയൻ തത്വചിന്തകൻ. ഉത്തരം അന്റോണിയോ നെഗ്രി.